നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകോട്ടു പോകില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് സഹായിക്കും. അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത്. അനുഭവത്തെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാവണമെന്നില്ല. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കും. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സ്ത്രീകളെ വിശ്വസിക്കരുത്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ വിശ്വസിക്കുക. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമാത്രം കൈത്താങ്ങാകുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. കിട്ടുന്ന സ്നേഹം കൊണ്ട് ദരിദ്രനാണെങ്കിലും മെനഞ്ഞു കൂട്ടുന്ന സ്വപ്നങ്ങൾ കൊണ്ട് ധനികനാണ് ഓരോ മനുഷ്യനും. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം. മറ്റാർക്കും നിങ്ങൾക്കായി ഇത് ചെയ്യാൻ കഴിയില്ല. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും. പ്രതീക്ഷ കൈവിടരുത്. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നെടുക്കാറില്ലെന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യരെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാകുന്ന വേദന ആഴമേറിയതാവും. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. വിധിയെ അനുസരിച്ച് മുന്നോട്ടു പോകാമെന്ന തീരുമാനം സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതം നഷ്ടമാകാൻ അധികം സമയമെടുക്കില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. ദയ, സ്നേഹം ഇത് രണ്ടിലും ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ കാണാം. അതിനാൽ നല്ല മനുഷ്യരാകണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം. ഏറ്റവും ഭാരമേറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്. അത് നമ്മെ നിരന്തരം വീർപ്പുമുട്ടിക്കുന്ന ധർമ്മസങ്കടങ്ങളാണ്. ഒരു സ്ത്രീ നിങ്ങൾ പറയുന്നത് കേട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ്
നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചമുണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പമുണ്ടാവൂ. ഒന്നിനു മുൻപിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാൾ ഏറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. ഇല്ല എന്ന് പറയുവാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവനെ കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. 1000 തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ്. രണ്ടാമത്തേത് മക്കൾ. ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും. സ്ത്രീയെ മനസ്സിലാക്കരുത്, സ്നേഹിക്കുക. പുരുഷനെ സ്നേഹിക്കരുത്, മനസ്സിലാക്കുക. കാരണം ഒരു സ്ത്രീയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു പുരുഷനും കഴിയില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്താണെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാം. നമ്മളെക്കുറിച്ച് നമ്മൾ 1000 വട്ടം സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ലോകം വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്ന കള്ളങ്ങളായിരിക്കും. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾക്ക് പ്രസക്തമാകുന്നത്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. 1000 ആളുകൾ തളർത്താനുണ്ടായാലും തളരില്ല എന്ന മനസ്സു മാത്രം മതി. വിജയം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും നമ്മൾ കഠിനമായി ആഗ്രഹിച്ചാൽ മാത്രം. മറ്റെല്ലാം ത്യജിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാം. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മഹാത്മ്യം. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആര് വേണമെന്നും നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയകാലവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും.
അടുത്തുള്ളവരെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടാവുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. എത്ര തെറ്റുകൾ ചെയ്താലും ആ പുരുഷനെ ഒരു സ്ത്രീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവളുടെ സ്നേഹം അത്രമേൽ തീവ്രമാണ്. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുക തന്നെ ചെയ്യും. അത് കണ്ടെത്താൻ മെനക്കെടണമെന്ന് മാത്രം. തിരസ്കരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പ്രസക്തിയില്ല. അവഹേളനങ്ങൾക്ക് മുന്നിൽ വളഞ്ഞുപോയ നട്ടെല്ലും പ്രയോജനരഹിതമാണ്. തിരസ്കരണങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കണം, മറികടക്കാനും. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. മറ്റൊരാൾക്ക് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിഡ്ഢിത്തമായി തോന്നുമെങ്കിലും അവരുടെ സന്തോഷത്തിനായെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക. കഴിയുമെങ്കിൽ ഒരല്പം പുഞ്ചിരി നൽകുക. ആത്മാർത്ഥമായി സ്നേഹിക്കുക. കരുതുന്നൊരു കൈകളായി മാറുക. ഇരുളിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാവുക. അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും കണക്ക് പുസ്തകമാണ് ഓരോ ജീവിതവും. ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ടെന്ന് വരില്ല. ആർക്കും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാൻ നേരം ലഭിച്ചെന്ന് വരില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയുമില്ല. പക്ഷെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. സന്തോഷം എന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിലല്ല, നമുക്കുള്ളതെല്ലാം മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നതിലാണ്. നല്ല ചിന്തകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടിച്ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. ജീവിതം 2 കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പിറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കുന്നു, എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കുന്നു. അതാണ് ഈ ലോകം. വിജയത്തിന്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. തന്റെ പങ്കാളിയെ അമിതമായി സ്നേഹിക്കുന്ന പുരുഷനെ സ്ത്രീകൾ വെറുക്കുന്നു. കാരണം അമിതമായ സ്നേഹം വീർപ്പുമുട്ടലിന് കാരണമാകുന്നു. ജീവിതത്തിന്റെ ഗണിതശാസ്ത്രം അറിയുന്നവന് ആരൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കില്ല. അല്ലാത്തവർക്ക് തെറ്റായ സമവാക്യങ്ങൾ കൊണ്ട് ജീവിതം വഴിമാറിപ്പോയേക്കാം.